അതെ അതെ ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാ. ഓ വിഷയം വിളിച്ചതാ കേമത്തി. 12ാമത്തെ. ക്ലീറ്റ രാവിലെ പുറത്ത് പല്ലേക്കാൻ പോയി തോന്നുന്നു. എന്ത് പരിപാടി? പിന്നെ ഇനി 12 കൊല്ലമായിട്ട് ഇനി പരിപാടി നടത്താത്തതിന്. അവൾ എഴുന്നേറ്റില്ല, ഉറക്കവാ. ഞാൻ എന്തേ അടുക്കളയിലോട്ട് കയറണുണ്ടായിരുന്നുള്ളൂ. അമ്മ എന്തേ? ആ കൊടുക്ക്. ആ അമ്മേ, എന്താ പരിപാടി? ഇവിടെ എന്ത് പരിപാടി? അങ്ങനെയാണെങ്കിൽ പായസം എന്തെങ്കിലും വെക്കാം. പിന്നെ വട്ട് അമ്മക്ക് എന്തേ? ആ ഞാൻ പറഞ്ഞേക്കാം. ക്ലീറ്റ വിളിച്ചോളൂ, അങ്ങോട്ട് വിളിച്ചോളൂ. അല്ലെങ്കിൽ അമ്മ ഇച്ചിരി കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ഓ ഇത് അവൻ പോയോ? കുളിക്കണോ? ശരി അമ്മേ. താങ്ക് യു. ശരി എന്നാ. വെഡിങ് ആനിവേഴ്സറി. പന പോലെ വളർന്നു. വല്ല ഉപയോഗമുണ്ടെന്ന് വെച്ചാൽ ഒരു ഉപയോഗമല്ല. കുറേ ഇല പൊഴിക്കും, കുറേ പുഴുത്ത മാങ്ങയും താഴെ ഇടും. അല്ലാതെ എന്ത് ഗുണം? കഷ്ടം. അത് നിങ്ങളെ കണ്ടിട്ടല്ലേ ക്ലീറ്റോ വളരുന്നത്. വേറെ ഉദാഹരണം ഇല്ലല്ലോ അതിന് കാണാൻ. ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചാ? നിങ്ങൾ പല്ലേക്കണ കാണാൻ വന്നതാ. അതെ, എന്നാ അവിടെ നിന്നോ. ഇന്ന് കണ്ട കേട്ടോ. ഇന്ന് ഡേറ്റ് എത്രയാന്ന് അറിയാമോ? ഇന്ന് ഡേറ്റ് എത്രയാന്ന് അറിയാമോ? പലിശ കൊടുക്കാനുള്ള ദിവസമല്ലേ? ഓ ക്ലീറ്റോ. ഓ കേബിളിൻ്റെ അല്ലേ ഇന്ന് തീയതി എത്ര? കേബിളിൻ്റെ തക്കളിയുടെ ഫീസ്. അതാണ് കാര്യം. ക്ലീറ്റോന് ഈ പൈസയുടെ കണക്ക് മാത്രമേ അറിയുള്ളൂ. അല്ല, ഈ വീട്ടിൽ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ പൈസ കാശ് അവിടെ അത് ഇതെന്ന് പറഞ്ഞാൽ പൈസയുടെ കണക്കല്ല ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ എന്താ വേറെ എന്താണ് ഇത്ര മല പറയുക ഇവിടെ? ക്ലീറ്റോ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ന് പറയതോ? ക്ലീറ്റോ, ഇന്ന് ഒരു ദുരന്തം നടന്നിട്ട് 12 വർഷം തികയാണ്. നീ എൻ്റെ മണ്ടയിലായിട്ട് 12 അല്ല 13 വർഷമായി. തക്കളിക്കായി 12 വയസ്സ്. എൻ്റെ കർത്താവേ, ഞാനിതൊക്കെ മറന്നുപോയി എന്നുള്ളതാണ്. അതല്ലേ? അമ്മയും ജമന്തിയും രാവിലെ വിളിച്ചിട്ടുണ്ടായി. അവരൊക്കെ ഓർത്തിരിപ്പുണ്ട് കേട്ടോ. അവള് പ്രത്യേകിച്ച്. അമ്മ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, ഇതെന്താ ഒന്നും പരിപാടിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു. പായസം ഉണ്ടാക്കിയാലോ ഉച്ചക്ക്? അവർക്ക് ഇത് ഓർമ്മിച്ച് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അനുഭവിച്ചത് ചില്ലറയ്ക്കാണോ? എന്താ അനുഭവിച്ചത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, എന്താ അനുഭവിക്കാത്ത? കഴിഞ്ഞോ? ഒന്നുമില്ല, ഞാൻ രാവിലെ കുളിക്കാറുണ്ട്. ഓ ക്ലീറ്റോനെ അറിയണോ? ക്ലീറ്റോനോട് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത് ഞാനെപ്പോ പറഞ്ഞു? ഞാനല്ലല്ലോ പറഞ്ഞത്, നീയല്ലേ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ ഇഷ്ടമാണെന്ന്. ഞാനാണ് പറഞ്ഞത്? പിന്നല്ലാണ്ട്. എപ്പോ? ഞാനങ്ങനെ ആരുടെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ? ശരി, ക്ലീറ്റോന്റെ മനസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, സമ്മതിച്ച്. പിന്നെ എന്തിനാ ഞാനത് വർത്താനം പറയാൻ വേണ്ടി വന്നപ്പോഴത്തേനും എൻ്റെ ഇതിലോട്ട് എഴുതി തന്നത്? കർത്താവേ, എടി കള്ളം പറയല്ലേ. നീയാണ് ഒരു കടലാസ് കല്ലും വെച്ചിട്ട് ചുരുട്ടി ഞാൻ സൈക്കിൾ ചെയ്യുന്നപ്പോഴത് എറിഞ്ഞു തന്നെ ഇല്ലേ? അത് ഞാൻ നിങ്ങൾക്ക് എറിഞ്ഞല്ല. അയ്യോടെ, ഞാനത് പാടത്തെ കൊക്കിനെ എറിഞ്ഞതാ. ഒന്നല്ല, ക്ലീറ്റോന്റെ മനസ്സിൽ ഇല്ലെങ്കിൽ ക്ലീറ്റോ തലേ ദിവസം ഇരുന്ന് എഴുതൂലല്ലോ. പിറ്റേ ദിവസം കാണുമ്പോൾ എനിക്ക് തരാൻ വേണ്ടിട്ട് കരുതി കൂട്ടി എഴുതി. അതെന്താ അറിയാമോ, മലയാളം ടീച്ചർ പറഞ്ഞു എത്രത്തോളം എഴുതും അത്രയും കയ്യക്ഷരം നന്നാവുന്നു. അങ്ങനെ ഞാൻ അതിന് മറുപടി എഴുതിയതാണ്. അല്ലാതെ നിനക്ക് തരാം ആരെ കത്ത് എഴുതുന്നത്. അതെ, എനിക്കിപ്പോഴും ആലോചിക്കും ചിരി പറഞ്ഞത്. സൈക്കിളിൽ നിന്ന് നമ്മൾ രണ്ടാളും കൂടെ വീണില്ലേ? അമ്മാവൻ കണ്ടു പറഞ്ഞത് കൊണ്ടിട്ട് ഞാനൊന്ന് ചവിട്ടിയ കൊച്ചു കേക്കട്ടെ. ഈ ഭാരത്തിന് എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് അന്നേരം അത്ര കഷ്ടമുണ്ട്. അതല്ല, ക്ലീറ്റ് തന്നെ അവിടെ ആക്കിയിട്ട് പോയല്ലോ. ഇവിടെ വന്ന് ഞാൻ പെടാൻ പെട്ട പാട് എന്തൊരു പേടിയായിരുന്നു. പക്ഷെ മനസ്സിലായില്ല, അന്ന് നമ്മളാണെന്ന് മനസ്സിലായില്ല. ഞാനേ
2 ദിവസം ഉറക്കത്തിലുണ്ടല്ലോ ചാടി എനിക്ക് അവയിൽ തോക്കായിട്ട് പേടിയൊന്നുമില്ല. ആ ഇത് പിള്ളേർക്ക് ആരും പേടിക്കണം, ഇപ്പൊ എല്ലാം മൊബൈൽ സൗകര്യമൊക്കെ ആയിട്ടില്ലേ. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് പോയാൽ മതി ഇവിടുന്ന്, നമുക്ക് പായസമൊക്കെ കുടിച്ച് സൈക്കിളുണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമായിരുന്നു ജീവിതത്തില്. അതല്ലേ മറ്റേ വിറ്റിട്ട് ലോഡ്ജിന് താമസിക്കാൻ 3 ദിവസം ഒളിച്ച് താമസിക്കാൻ വേണ്ടി സാറിന് 120 രൂപയ്ക്കാണ് കൊടുത്തത്. കഷ്ടം, കാശുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് തിരിച്ചു മേടിക്കായിരുന്നു. 40 രൂപയായി 3 ദിവസത്തേക്ക്. ഒരു സമയല്ലേ ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. പിന്നല്ലാണ്ട് കാര്യമായിട്ട് പറഞ്ഞാടി. മിക്കവാറും ഈ കപ്പിന് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. അല്ല അതെ, അപ്പൊ ഇതിന്റെ കാര്യം തീരുമാനമായി. എന്ത് കാര്യം? ഇതിങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്നേ, ഒരു ഗുണമില്ല. അതെടുത്താണല്ലോ, അതങ്ങനെ മുറിക്കൊന്നും വേണ്ട. തണൽ ആർക്ക് തണൽ? ഇത് അത്രയും ചവറ് വീണം നിനക്ക് തന്നെ ഭാരമാണ്, ഇല എല്ലാം പൊഴിഞ്ഞിട്ടേ. മിക്കവാറും വെഡിങ് ആനിവേഴ്സറി അന്ന് തന്നെ നിങ്ങളെ ഞാൻ കൊല്ലാൻ വഴിയുണ്ട്. ഇങ്ങോട്ട് വാ ഗ്ലീറ്റ. അതെ, ഇച്ചിരി തേങ്ങ വന്ന് ചിരണ്ടിത്താ, പായസം ഉണ്ടാക്കാം. ഇങ്ങോട്ട് വാ, പല്ല് വെച്ച് കഴിഞ്ഞില്ലേ, നീ എന്തിനു നിൽക്കണതാ? എന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ നിനക്ക് ഞാൻ പണിയായിരുന്നു. നോക്കിയോ, ഇതാ വീണു. എന്നെ മുറിച്ചില്ലെങ്കിൽ എനിക്ക് പേരുദോഷം കൂടും. റെഡിയായോ? മുടി കെട്ടിയില്ലല്ലോ. മുടി കെട്ടില്ലേ? പിന്നെ ഇങ്ങനെ മുടി കെട്ടണേ, പിന്നെ അത് പോരാ. പിന്നെ തന്നില്ലേ? എന്താ ഡാഡി ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാത്ത? എന്റെ ക്ലാസ്സിലുള്ള ഡാഡിയുടെ അമ്മയുടെ ഒക്കെ ബർത്ത്ഡേ ഈ ആനിവേഴ്സറി വരുമ്പോ എന്തുമാത്രം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു. സ്വർണ്ണം വരെ വാങ്ങിച്ചു കൊടുക്കും. അതായത് അതൊക്കെ വലിയ തട്ടിപ്പാണ്, സ്വർണ്ണക്കടക്കാരുടെ തട്ടിപ്പാണ്. ഇങ്ങനെ മറ്റേ ബർത്ത്ഡേ വരുമ്പോൾ സ്വർണ്ണം മാറ്റി കൊടുക്കണം, വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ സ്വർണ്ണം മാറ്റണം. ചുമ്മാതെ കേക്ക് വാങ്ങിച്ചു കൊടുത്തൂടെ? ബർത്ത്ഡേ ആവണ്ടേ? ബർത്ത്ഡേ ആകുമ്പോൾ കേക്ക് വാങ്ങിക്കണേ. നിനക്കിപ്പോ ഒരു കേക്ക് വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ, അതിന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പിടിച്ച് കയറണ്ട. ഓഹോ, അപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് ഞാൻ ആരായി? അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ അങ്ങനെയൊക്കെ ഒരുപാട് നാളാവാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഗിഫ്റ്റ് ചെയ്തു. പപ്പയുടെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 13 വർഷമായി മോനെ. പിന്നെ അമ്മയ്ക്ക് അതിനോടൊന്നും ആഗ്രഹമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താണിത്? ഇത് വാങ്ങിയിട്ട് എത്ര ദിവസം അതിനിടയ്ക്ക് തീർത്തല്ലേ? കുടിക്കണുണ്ടോ നീ? ആരവടിക്കാറൊന്നുമില്ല, നിങ്ങൾ തന്നെ. ഞാൻ ഏതോ അടിച്ചോണ്ട് ഇവിടെ ഫുൾ ടൈം ഇവിടെ നിൽക്കല്ലേ. എനിക്ക് സ്പ്രേന്റെ മണം ഇഷ്ടമല്ല. പിന്നെ നിന്റെ കയ്യില് നമ്മുടെ ഈ മറ്റേ മഹാത്മാവിന്റെ പടമുള്ള കടലാസുണ്ട്. ഏത് ഗാന്ധിജിയാണോ? ഗാന്ധിജിയാണോ? എന്റെ കഴിഞ്ഞ ദിവസത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇത്രയുള്ള ഒരു പേജിലുണ്ട്, അത് മതിയോ? അത് പോരാ, മറ്റേ കടയിൽ കൊടുക്കണ പേപ്പർ അല്ലേ ഉദ്ദേശിച്ചത്? ഏത് വലുതോ? വലുതല്ലേ മോനെ, പൈസ. അപ്പൊ അങ്ങനെയൊക്കെയാ ചോദിക്കല്. എന്താ ഡാഡി?
എന്റെ പൊന്നു ക്ലീറ്റോ, എനിക്ക് സമ്മാനവും വേണ്ട, സർപ്രൈസും വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു ദിവസമെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം പ്ലീസ്. ഞാൻ ഉപദ്രവിക്കില്ലേ? ഞാനൊന്നും ചോദിച്ചില്ലേ. ആനിവേഴ്സറി ആയിട്ട് ഇങ്ങോട്ടാണ് കൊടുക്കാനുള്ളത്. ഇങ്ങോട്ട് വന്ന എന്താണ് കുഴപ്പം? ആണുങ്ങളാണ് അങ്ങോട്ടും തരണ്ട ഇങ്ങോട്ടും തരണ്ട. ആണുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാവൂ. ആണുങ്ങൾക്കല്ലേ ജോലിയുള്ളൂ. വരുമാനമുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ അമ്മയ്ക്ക് വരുമാനം ഉണ്ടോ ഇനി? പിന്നെ ഇത് എന്താണ് ഇന്റർനാഷണൽ ടൈലറിംഗ് എക്സ്പോർട്ടർ. അതിനൊരു കാര്യം ചെയ്താൽ മതി. തക്ലിമോ വലുതാവുമ്പോ വലിയ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ ഡാഡിക്കും അമ്മയ്ക്കും എനിക്കൊരു സാരി, ഡാഡിക്കൊരു മുണ്ട് അന്നേരം മേടിച്ചോ. മതി, അപ്പൊ മതി. അമ്മയ്ക്ക് അങ്ങനെ സമ്മാനത്തിനൊന്നും കൊതിയില്ല. നിന്നെ ഉടനെ കെട്ടിച്ചു വിട്ടാലോ? അപ്പൊ പെട്ടെന്ന് നിനക്ക് എല്ലാം നമുക്ക് മേടിച്ചു തരാൻ പറ്റും. കല്യാണം ഒന്നും കഴിപ്പിച്ചു വിടൂല. ഇവള് വല്ലവരുടെ പോടി. ഇല്ല, നിന്റെ അല്ലേ മോൾ. അമ്മയ്ക്ക് പറ്റിയ അവസ്ഥ എനിക്ക് പറ്റില്ല. ഞാൻ ഡാഡി വാങ്ങിച്ചോട്ടില്ല, വിഷയം മാറ്റണ്ട. വാങ്ങിച്ചോട്ടില്ലല്ലോ. അമ്മയ്ക്ക് അബദ്ധം പറ്റിയോ? അതുകൊണ്ട് എന്ത് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. ഒരുപാട് ഇന്ന് തള്ളണ്ട, പോവാൻ നോക്ക്. അനുകരിക്കണോ? അനുകരിക്കണം. ഞാൻ ഒന്നും ചോദിച്ചില്ല. കയറിയൊക്കെ എടുത്താ? അതെ, ഡാഡിയുടെയും കൂടി ആയിരുന്നു കല്യാണം. എന്നാലും സമ്മാനം വാങ്ങിച്ചു കൊടുക്കാത്ത ഭർത്താവ്. ഞാനേ ഇവിടെ ചാവ കിടക്ക പോലുള്ള വെള്ളം തരുമെന്നൊന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നു. അതെ, എപ്പോ വരും? അത് ഇന്നലെ വന്ന പോലെ പാതിരാത്രിക്ക് കയറി വരുമോ? അതിപ്പോ പറയാക്കൂല. ഞാൻ ഒരാവശ്യമായിട്ട് എന്നാലും പാതിരാത്രി ആകുമ്പോ ഭയങ്കര രസമായിരുന്നു. ഞാൻ താക്കോലെടുത്ത് ഇവിടെ തുറന്നപ്പം ഈ കടുവ വിളിക്കുമല്ലോ, അമ്മയും മോളും കൂടെ കൂർക്കം വലി മത്സരമായിരുന്നു. 11 മണി വരെ 11 മണി വരെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ ഉറങ്ങിപ്പോയി. എന്നാ വന്നിട്ടൊന്ന് വിളിക്കുക, അതുമില്ല. എന്തിനാ വിളിക്കണേ? അതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിയില്ലേ? ഞാൻ അതിനകത്ത് കയറി എന്റെ ഞാൻ സമയം പറയാം. ചിലപ്പോ ഞാൻ വൈകുന്നേരമോ അല്ലെ ഉച്ചര 1:45 ഞാൻ തുമ്മാതിങ്ങനെ അവള് തുമ്മി. അതെ, ഉച്ചക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലേ. നോക്കാം. എപ്പോഴാ എത്താൻ പറ്റണെന്ന് പറയാൻ പരീക്ഷ എഴുതണം. പൊടി അവിടുന്ന് പായസം കൊതിച്ച്. തങ്ക തങ്ക ഓ വാ ഇങ്ങോട്ട്. ഇതാരിത്? എന്തായി? എന്താവാനടി? എന്താവാനെ കൊണ്ടാ? എന്താണ് പരിപാടി? ഞാന് എന്താ ഭർത്താവിന് വെഡിങ് ആനിവേഴ്സറിക്ക്. ഭർത്താവിന്റെ വെഡിങ് ആനിവേഴ്സറി? ഓ, ഭർത്താവ് 70-ാം വയസ്സടി. എന്ത് പറഞ്ഞ? ഭർത്താവിന്റെ പിറന്നാള്? പിറന്നാള്, ബർത്ത്ഡേ. ബർത്ത്ഡേ. അതിന് അത് ഒരു ഷർട്ട് വാങ്ങിച്ചു കേട്ടോ. ആര് മേടിച്ച്? ഞാൻ മേടിച്ചടി. സമ്മാനം കൊടുക്കാനോ? ഓ, ഭർത്താവിനോ? ഓ, അങ്ങനെയൊക്കെ അങ്ങേര് വാങ്ങിച്ചു തരും. ജമാൾ വാങ്ങിച്ചു തരും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അതിന് എത്ര വർഷമായി? 40-45 വർഷം വരെ ആയില്ലേടി. ഇപ്പോഴും ചെയ്യോ ഇതൊക്കെ? ഞങ്ങൾ വർഷം തോറും വാങ്ങിക്കും. വെഡിങ് ആനിവേഴ്സറിക്കോ? ഓ, അപ്പോഴും വാങ്ങിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുക്കും. അപ്പൊ പ്രാവശ്യം കൊടുത്തില്ലെങ്കിലോ? അത് കൊടുക്കും. ഞങ്ങൾ എങ്ങനെങ്കിലും കുടുംബശ്രീയിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ചൊക്കെ എടുത്ത് മേടിച്ചു കൊടുക്കും. ഇപ്രാവശ്യം ഷർട്ട് മേടിച്ചോ? ഓ, ഷർട്ട് മേടിച്ചടി. അപ്പൊ ഭയങ്കര സന്തോഷമല്ലോ. പിന്നെ ഇന്ന പിറന്നാള്? ഓ, അത് ശരി. നീ ഇതൊക്കെ ആദ്യമായിട്ടാണോ കേൾക്കണത്? അല്ല, നിനക്ക് ഇതൊന്നും വാങ്ങിച്ചു തരില്ലേ നിന്റെ ഭർത്താവ്? നീ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കൂലേടി? ഞാനിപ്പോഴും അതിനെ കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ മേടിച്ച് അങ്ങോട്ട് കൊടുക്കണം. നേരെ അതൊക്കെ ഒരു സന്തോഷം. അതൊക്കെ സന്തോഷം വർഷത്തിൽ ഒരിക്കൽ വരുന്നല്ലേടി. ഇതൊക്കെ നോക്കട്ടെ, അടുത്ത പ്രാവശ്യം ക്ലീറ്റോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നതെടി ഇപ്പോഴത്തെ പേഷനാ. ഇപ്പോഴത്തെ പേഷൻ അങ്ങേര് ഇടില്ല. 2 ഇഞ്ച് ഇറക്കം കുറയ്ക്കുന്നോടി. ഇറക്കം കൂടുതൽ നിനക്കറിയാല്ലോ. നോക്ക്, നിനക്കറിയാം. ചേച്ചി പോയി എടുത്തതാ? നേരെ നിനക്കറിയാലോടി. ഇത് ചേച്ചി പോയി എടുത്താണോ? ഓ, ഞാൻ ചെന്നെടുത്തടി. എന്റെ പൊന്നെ, ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണതിന് ഞാൻ സമ്മതിച്ചു. നോക്കി നല്ല എടുത്ത് കൊടുക്കണ്ടേടി. ഇതപ്പൊ ഇറക്കം കുറയ്ക്കണോ അല്ലേ? 2 ഇഞ്ച് ഇറക്കം കുറയ്ക്കണം. വേറെ ഒന്നും ചെയ്യണ്ടല്ലോ? വേറെ ഒന്നും ചെയ്യണ്ട. ഇതേപോലെ തന്നെ വെട്ടിക്കളയണോ? വെട്ടിക്കളയണം. അപ്പൊ ചേട്ടനെ കാണിച്ചിട്ടില്ല ഇത്? ഇല്ല ഇല്ല. ഇന്ന് സമ്മാനമായിട്ട് കൊടുക്കും. പിന്നെ പോട്ടെ, നമ്മുടെ മോളുടെ കാര്യം എന്താ? മോളുടെ കാര്യം അതുപോലെ തന്നെ.
അവൻ ഒരു അല്ല ചേച്ചി, നമ്മുടെ അമ്പലത്തിലെ നമ്മുടെ കരയോഗത്തിന്റെ ആരെങ്കിലും കണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുസരിക്കില്ലടി, അനുസരിക്കേയില്ല. എല്ലാവരും അവൻ അനുസരിക്കില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. അവന്റെ വീട്ടുകാരെന്താ പറയണേ? അവന്റെ വീട്ടുകാർ അവന് സപ്പോർട്ട്. ഓ, അത് എന്ത് മനുഷ്യരാ അത്. അവിടെ ആരൊക്കെയാ ഉള്ളത്? അമ്മായിയമ്മയുണ്ടോ? ഓ, അമ്മായിയമ്മയുണ്ട്, ഒരു നാത്തൂനുണ്ട്, ഒരു അനിയന്റെ ഭാര്യയും അനിയനും ഉണ്ട്. അപ്പച്ചനില്ല? ആ, പാവ പെങ്കൊച്ചിന്റെ രീതി. ഓ, ഇപ്പൊ എന്റെ അടുത്താ നിക്കുന്നത്. ഞാനാ വേല. അല്ല, അങ്ങനെ പോരാണെങ്കിൽ അങ്ങോട്ട് വിടണ്ട, കൊച്ചിനോട്. പോവില്ല അവള് ഇവിടെ നിൽക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ ചേച്ചി, വൈകുന്നേരം പോരും, ഞാനത് തയ്ച്ചു വെച്ചേക്കാം. എന്നാ ശരി. ഞാനേ നമ്മുടെ പാർട്ടിയുടെ റെസിപ്റ്റ് അടിച്ചതേ വീട്ടിലാണോ എന്നൊരു സംശയം. ഞാൻ ഈ ഓഫീസിൽ കൊണ്ടുവച്ചെന്നാ വിചാരിച്ചതേ. അപ്പൊ അതിപ്പോ ഇവിടെ കാണാനില്ല. നീ അവിടെ ഉണ്ടോ എന്ന് നോക്കിയേ. എടി, പാർട്ടിയുടെ റെസിപ്റ്റ് ഞാൻ അടിച്ചതേ വീട്ടിൽ അവിടെ അലമാര ഇരിക്കണമെന്ന്. ഞാൻ എവിടെ നോക്കാനാ? എടി, അലമാരക്കുള്ളിലുണ്ട്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. എന്നാ നോക്കിയിട്ട് ഞാനേ ഉച്ചക്ക് വിളിക്കാം. എടി, എനിക്ക് ഇപ്പൊ നോക്കിട്ട് പറയാൻ പറഞ്ഞു. ക്ലീറ്റ് എനിക്ക് വേണ്ട പണിയുണ്ട്. ക്ലീറ്റ് ഇപ്പൊ അത് തെരഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. നോക്കിട്ട് പറ, കാരണം എനിക്ക് വേറെ റെസിപ്റ്റ് അടിക്കാനാണ്. എന്തൊരു കഷ്ടാണ്. ക്ലീറ്റ് ഇത് നോക്കിയിട്ടൊക്കെ എടുത്തിട്ട് പോയാൽ എന്താ? ഞാനത് വിട്ടു ഒരു സംശയം. നീ ഒന്ന് അലമാരയിലുണ്ടോ എന്നൊന്ന് നോക്കിയേ. എന്നാ ശരി, കട്ട് ചെയ്യ. കട്ടിയുണ്ട്, ഞാൻ ഹോൾഡ് ചെയ്തോളാം. നീ ഒന്ന് നോക്കിയേ. ഈ ക്ലീറ്റോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ മനുഷ്യനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്. ഈ തുണി വെക്കണ അലമാരിയല്ലേ? തുറക്കട്ടെ, ഇത് മുറുകിയിരിക്കണ അലമാരിയാ. ഇതിനകത്ത് അപ്പടി തുണിയല്ലേ? ഇതിനകത്ത് എവിടെയാ? ഈ താഴത്തെ തട്ടിലിരിക്കണതാണോ? ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ് നിക്ക് നോക്കട്ടെ. ഇതിനകത്ത് തുണികളാ ക്ലീറ്റോ? അതിനുള്ളിലേ ഇതിനകത്ത് ഒരു കവർ ഇരിക്കണതാണോ? കവർ കിട്ടിയോ? ഒരു മിനിറ്റ്. കവർ കിട്ടി. ഒരു മിനിറ്റ്, കട്ട് ചെയ്യണ്ടേ, വിളിക്കാം. ഹലോ. ഹലോ, റെസിപ്റ്റ് കിട്ടിയായിരുന്നോ? ഇഷ്ടായോ? അതെ, ആ കവറിനുള്ളിൽ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. അതോടെ നോക്കി. കിട്ടിയോ? അപ്പോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Alien versus Alien.